നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം നടുക്കുന്ന ഭീകരതയുടെ വാർത്തകളാണ് ഇപ്പോൾ സിറിയയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതിക്രൂരനായ അസദ് എന്ന ഏകാധിപതിയുടെ കഥകൾ. സാഡിസ്റ്റുമാരായ ഒരുപറ്റം ജയിലർമാർ, അവരുടെ ക്രൂരപീഡനങ്ങളിൽ പിടഞ്ഞ് ജയിലറകളിൽ ലക്ഷക്കണക്കിന് തടവുകാർ. 72 തരം പീഡനങ്ങളാണ് ജയിലറയ്ക്കുള്ളിലെ തടവുകാർക്ക് അവർ ശിക്ഷാവിധിയായി നൽകിയത്. 1,57,000 ആളുകൾ അപ്രത്യക്ഷരായി. അവരെ അതിക്രൂരമായി കൊന്നെറിഞ്ഞു അസദ് ഭരണകൂടം. വിമത സൈന്യം ജയിലുകളിലെത്തി മതിലുകൾ തകർത്ത് ജയിലറയ്ക്കുള്ളിൽ തളയ്ക്കപ്പെട്ടവരെ പുറത്തേക്കിറക്കി വിടുമ്പോൾ അതിലൊരു യുവാവ് ഓർമ്മകളില്ലാതെ നിന്നുഴലുന്നു. തൻ്റെ പേരെന്താണ് എന്നുപോലും അയാൾ മറന്നുപോയിരിക്കുന്നു. എനിക്ക് പേരില്ല, 1100 എന്നാണ് എൻ്റെ വിളിപ്പേര്. കുറെ കാലം നമ്പറുകളാൽ അറിയപ്പെട്ടതുകൊണ്ടാവാം അയാൾക്ക് തൻ്റെ പേര് പോലും പറയാൻ പേടി. സിറിയയിലെ കുപ്രസിദ്ധമായ സെയ്ത്നായ എന്ന ജയിലിന് മുന്നിൽ ഇപ്പോൾ കാണുന്നത് മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന സംഭവങ്ങൾ. ജയിലുകളിലെ തടവുകാരെ വിമതർ മോചിപ്പിക്കുന്നതിനിടയിൽ കാണാതായ ബന്ധുക്കളെ തേടി കുടുംബാംഗങ്ങൾ ജയിലുകൾക്ക് മുന്നിൽ തടിച്ചുകൂടി. പുറത്തെത്തുന്ന തടവുകാരുടെ കൂട്ടത്തിൽ തങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാകുമോ എന്നവർ ആകാംക്ഷയോടെ നോക്കുന്നു. എന്നാൽ ബന്ധുക്കളെ കാണാതായവരെ കൊണ്ട് ആ ജയിൽ മുറ്റം നിറഞ്ഞിരിക്കുന്നു. പലരെയും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഇതിൻ്റെ പേരിൽ പല ജയിലുകളിലും അധികൃതരും തടവുകാരുടെ ബന്ധുക്കളും തമ്മിൽ വലിയ സംഘർഷം. ബാഷർ അസദിന്റെ കാലത്ത് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ആളുകളെ അവർ ജയിലിലടച്ചു. ചെറിയ ഭൂഗർഭറകളിൽ ആവശ്യത്തിന് ഭക്ഷണം പോലും നൽകാതെ, സൂര്യപ്രകാശം പോലും കാണാതെ വർഷങ്ങളോളം കഴിഞ്ഞ തടവുകാർ. അസദിന്റെ സേന പിടിച്ചുകൊണ്ടുപോയ തടവുകാരിൽ പലർക്കും എന്തു സംഭവിച്ചു എന്നിപ്പോഴും അറിയില്ല. ചിലർ മാത്രമാണ് വിമതസേന ജയിലറകൾ തുറന്നപ്പോൾ പുറത്തേക്ക് വന്നത്. റെഡ് പ്രിസൺ എന്ന പേരിൽ ഭൂമിക്കടിയിൽ 3 നില താഴെ തടവുമുറികളുണ്ട്. മിക്ക റെഡ് പ്രിസണുകളും ഇതുവരെ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ സങ്കീർണമായ പൂട്ടുകളാണ്. അത് തുറക്കാൻ അറിയാവുന്നവർ ഇപ്പോൾ സ്ഥലത്തില്ല. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ ബന്ധുക്കളുടെ നെഞ്ചിടിക്കുന്നു. താഴെ ഭൂമിക്കടിയിലെ ജയിലറയ്ക്കുള്ളിൽ കഴിയുന്നവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമോ? ക്രൂരമായ ജയിൽ പീഡനങ്ങളെക്കുറിച്ച് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നു. ഒരുപക്ഷെ ഹിറ്റ്ലർ പോലും ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടാകില്ല. കാവൽക്കാർ പതിവായി ജയിലറകളിൽ കഴിയുന്നവരെ നഗ്നരാക്കി വേലിയിൽ കെട്ടിത്തൂക്കി അവർക്ക് ശിക്ഷാവിധികൾ നടപ്പാക്കാറുണ്ട്. ഭരണകൂട ക്രൂരതയും അടിച്ചമർത്തൽ തന്ത്രങ്ങളുടെയും പ്രതീകവും മാർഗവുമായിരുന്നു ഇത്തരം ക്രൂര ജയിലുകൾ. ശത്രുവായി കാണുന്ന ആരെയും അവർ ജയിലിലടച്ചു. അത് ചിലപ്പോൾ പ്രതിഷേധ സമരങ്ങൾക്ക് ഇറങ്ങുന്നവരാകാം, ഏതെങ്കിലും തലത്തിൽ സർക്കാരിനോട് പ്രതിഷേധം രേഖപ്പെടുത്തിയവരാകാം. പ്രതിഷേധക്കാരോ മനുഷ്യാവകാശ പ്രവർത്തകരോ രാഷ്ട്രീയ വിയോജിപ്പുള്ളവരോ പ്രകടനക്കാരെ ചികിത്സിച്ച ഡോക്ടർമാരോ പ്രതിപക്ഷ നേതാക്കളോ അതുപോലെ ഇവരിൽ ആരെങ്കിലുമായി ചങ്ങാത്തത്തിലായവരോ ഇവർക്കെല്ലാം വിധിക്കപ്പെടുന്നത് ഇത്തരം ജയിലറകൾ. ജയിലുകൾ ആത്യന്തികമായി ഭരണകൂട അക്രമത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെ നിശബ്ദതയുടെയും സ്മാരകങ്ങളായി മാറി. പീഡനം, ബലാത്സംഗം, കൊലപാതകം, ഇതായിരുന്നു സിറിയൻ ജയിലറയ്ക്കുള്ളിൽ നടന്നത്. പുരുഷന്മാരോടും സ്ത്രീകളോടും കുട്ടികളോടും അവർ വിവേചനരഹിതമായി ക്രൂരമായ പീഡനമുറകൾ അഴിച്ചുവിട്ടു. 2011 മാർച്ചിൽ സിറിയൻ വിപ്ലവത്തിൻ്റെ തുടക്കം. അന്നു മുതൽ 1,57,000-ലധികം ആളുകൾ അറസ്റ്റിൽ തുടരുകയോ ബലം പ്രയോഗിച്ച് കാണാതാവുകയോ ചെയ്യപ്പെട്ടു. 5,274 കുട്ടികൾ, 10,221 സ്ത്രീകൾ. ഇതൊക്കെയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ. അക്കാലത്ത് 15,000-ലധികം ആളുകൾ പീഡനത്തിനിരയായി ആഴ്ചതോറും മരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും മറ്റൊരു വശത്ത്. സാഡിസം എന്ന അസുഖം ജയിലർമാരെ വല്ലാതെ ബാധിച്ചിരുന്നു. ഭരണകൂടം അവർക്ക് നൽകുന്ന നിർദ്ദേശവും അതുതന്നെ. അതുകൊണ്ട് തന്നെ ചില ജയിലർമാർ തടവുപുള്ളികളെ നഗ്നരാക്കി പരസ്പരം ബലാത്സംഗം ചെയ്യാൻ നിർബന്ധിക്കും. മറ്റു ചിലർ ഇവരെ മുകൾ നിലയിൽ നിന്ന് കെട്ടിത്തൂക്കി അവരുടെ മേൽ തണുത്ത വെള്ളം തളിച്ച് അവരുടെ ശരീരചലനങ്ങൾ കണ്ടാസ്വദിക്കും. മനുഷ്യരെ ക്രൂരമായി കൊന്നൊടുക്കുന്ന നിരവധി ഉപകരണങ്ങളാണ് ഇപ്പോൾ ജയിലിനുള്ളിൽ കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യനെ കംപ്രസ് ചെയ്ത് പൊടിപൊടിയാക്കി കൊലപ്പെടുത്തുന്ന ഒരു മിഷൻ, അത് ലോകത്തെ ഭയപ്പെടുത്തുന്നു. ബോഡി പ്രസ് എന്ന മിഷൻ കണ്ട് അക്ഷരാർത്ഥത്തിൽ ലോകം നടുങ്ങുന്നു. ആ മിഷനുള്ളിലേക്ക് മനുഷ്യനെ വച്ച് അവർ
അമർത്തിക്കഴിയുമ്പോൾ അവൻ്റെ എല്ലുകൾ പൊടിഞ്ഞ് അവൻ്റെ അസ്ഥികൾ വേർപിട്ട് ഈ ലോകത്തോട് വിട പറയും. ഭരണകൂട പീഡനത്തിൻ്റെ 72 വ്യത്യസ്ത രീതികളാണ് അവർ പുലർത്തിയത്. ജനനേന്ദ്രിയങ്ങളിൽ വൈദ്യുതാഘാതം നടത്തുക തുടങ്ങി ക്രൂര പീഡനങ്ങൾ ജയിലറയ്ക്കുള്ളിൽ നടന്നിരുന്നു. എണ്ണയോ ലോഹക്കമ്പികളോ വെടിമരുന്നോ അല്ലെങ്കിൽ കത്തുന്ന കീടനാശിനികളോ ഉപയോഗിച്ച് അവർ മനുഷ്യരെ കത്തിച്ചു കളഞ്ഞു. മതിലിനും ജയിൽ സെല്ലിൻ്റെ വാതിലിനുമിടയിൽ വെച്ച് അവർ തല തകർത്തു. ശരീരത്തിലേക്ക് സൂചികൾ അല്ലെങ്കിൽ മെറ്റൽ പിന്നുകൾ തിരികെ കയറ്റി മനുഷ്യനെ അവർ കൊന്നു. തടവുകാരെ കുളിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ പോലും അനുവദിച്ചില്ല. വിമതർക്ക് മെഡിക്കൽ സാമഗ്രികൾ നൽകിയതിന് തടവിലാക്കപ്പെട്ട മറിയം എന്ന യുവതിയുടെ കഥ. മറ്റ് 6 സ്ത്രീകൾക്കൊപ്പം 3 അടി മാത്രം വിസ്തീർണമുള്ള ബേസ്മെൻറ്റിലെ സെല്ലിലാണ് അവളെ പാർപ്പിച്ചിരുന്നത്. ഒരിക്കൽ കാവൽക്കാർ അവളെ ഭിത്തിയിൽ തൂക്കി പിന്നീട് തല്ലിക്കൊന്നു. മറ്റൊരു തടവുകാരിയുടെ മുഖത്ത് ഒരു ജയിലർ മൂത്രമൊഴിക്കുന്നത് കണ്ടു എന്ന് മറ്റൊരു തടവുകാരിയുടെ മൊഴി. മറിയം എന്ന യുവതിയെ പലതവണ അവർ ബലാത്സംഗം ചെയ്തു. അർദ്ധരാത്രിയിൽ അവർ സുന്ദരികളായ പെൺകുട്ടികളെ കേണൽ സുലൈമാന്റെ ഔദ്യോഗിക വസതിയിലെത്തിക്കും. ഹമയിലെ സിറിയൻ സ്റ്റേറ്റ് സെക്യൂരിറ്റിയുടെ ബ്രാഞ്ച് 320ന്റെ തലവനാണ് സുലൈമാൻ. ബലാത്സംഗത്തിനായി അയാളുടെ അടുക്കലേക്ക് നിത്യവും യുവതികളെ കൊണ്ടുചെന്നെത്തിക്കും. ബാഷർ അൽ അസദിന്റെ ഫോട്ടോ കൊണ്ട് അലങ്കരിച്ച ഓഫീസിനോട് ചേർന്നുള്ള ഒരു കിടപ്പുമുറിയിൽ വെച്ച് അയാൾ സ്ഥിരമായി ഇത്തരത്തിൽ യുവതികളെ ബലാത്സംഗം ചെയ്തിരുന്നു. ഇരകളുടെ മേൽ മദ്യം വിതറിയതിനു ശേഷമാണ് അയാൾ തന്റെ ഇംഗിതം പൂർത്തീകരിച്ചിരുന്നത്. ക്രൂരതകൾ അരങ്ങേറുന്നത് പലപ്പോഴും ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ. മനുഷ്യരെ കൂട്ടത്തോടെ കുരുതിക്കിരയാക്കുകയാണ് ഇവരുടെ ശൈലി. ദമാസ്കസിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിൻ ചെരുവിലാണ് സെയ്ദനിയ എന്ന ജയിൽ. 1.4 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 184 ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾക്ക് തുല്യമാണ് ഈ ജയിൽ. 2 മൈൻ ഫീൽഡുകൾ കൊണ്ട് ഇത് ചുറ്റപ്പെട്ടിരിക്കുന്നു. 2017 ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം സെയ്ദനിയിൽ ആയിരക്കണക്കിന് ആളുകൾ കൂട്ടത്തോടെ തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ട്. ഇതിനെ മനുഷ്യ കശാപ്പുശാലയെന്നാണ് ഇപ്പോൾ ലോകം വിശേഷിപ്പിക്കുന്നത്. സാധാരണ തിങ്കൾ ബുധൻ രാത്രികളിൽ ഓരോ ആഴ്ചയിലും 20 മുതൽ 50 വരെ ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. 2011 സെപ്റ്റംബറിനും 2015 ഡിസംബറിനുമിടയിൽ 5000-നും 13,000-നും ഇടയിൽ ആളുകളെ വധിച്ചതായി ആംനസ്റ്റിയുടെ കണക്ക്. ദമാസ്കസിലെ അൽബാബൂൺ പരിസരത്തുള്ള മിലിറ്ററി പോലീസ് HQവിലെ 2 ഫീൽഡ് കോടതികളിലൊന്നിൽ തടവുകാരെ ട്രയൽ നടത്തി. ഈ ട്രയലുകൾ വെറും നീണ്ടു നിൽക്കുന്നത് 3 മുതൽ 4 മിനിറ്റുകൾ വരെ മാത്രം. യാതൊരു വിധത്തിലും ശരിയായ നടപടിക്രമത്തിലൂടെ ആയിരുന്നില്ല തടവുകാർക്ക് വധശിക്ഷ വിധിച്ചിരുന്നത്. വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം തടവുകാരെ മറ്റെവിടെയെങ്കിലും ഒരു സിവിലിയൻ ജയിലിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് പകരം അവരെ ഒരു ബേസ്മെന്റിലേക്ക് കൊണ്ടുവന്ന് കഠിനമായി മർദ്ദിക്കും. തുടർന്ന് തൂക്കിക്കൊല്ലാൻ മറ്റൊരു തടങ്കൽ കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റും. 3 മുതൽ 4 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും ക്രൂരമായ മർദ്ദനങ്ങൾ. പിന്നീട് അവരോട് കണ്ണടച്ചിരിക്കാൻ ആവശ്യപ്പെടും. അടിയുടെയും നിലവിളിയുടെയും സർവ്വവ്യാപിയായ ശബ്ദം മുകൾ നിലയിലെ സെല്ലുകളിൽ കഴിയുന്നവർക്ക് പോലും കേൾക്കാൻ കഴിയും. CCTV മോണിറ്ററുകളിൽ കാണാവുന്ന 1 ലക്ഷത്തിലധികം തടവുകാർ ഇപ്പോഴും ഭൂഗർഭ ജയിലുകളിൽ കഴിയുന്നു. അവരെ മോചിപ്പിക്കാൻ ഇലക്ട്രോണിക് ഭൂഗർഭവാതിലുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ കോഡുകളുമായി ഇതിൻ്റെ കാവൽക്കാർ ഓടിക്കളഞ്ഞു. ഇപ്പോൾ ജയിലുകൾ ഒഴിയുകയാണ്. വലിയൊരു വിഭാഗം തടവുകാർ ഭരണകൂടത്തിൻ്റെ നിരപരാധികളായ ഇരകളാണ്. എന്നാൽ ഒരു സംഘം തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും ഇത്തരം ജയിലുകളിൽ അടച്ചിരുന്നു. അവർ രക്ഷപ്പെടുന്നത് പുതിയൊരു ഭീതിക്ക് കാരണമാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. വടക്കൻ സിറിയയിൽ സ്ഥിതി ചെയ്യുന്ന അൽഹാൾ അഭയാർത്ഥി ക്യാമ്പിൽ 50,000-ഓളം തടവുകാരുണ്ട്. ഇവരിൽ പലരും ISISുമായി ബന്ധപ്പെട്ടവർ. ഇവരെയൊക്കെ കൂട്ടത്തോടെ മോചിപ്പിച്ചാൽ ISISന്റെ ഉദയമാകുമോ എന്ന് അമേരിക്ക പോലും ഭയപ്പെടുന്നു. ഒരു സ്വേച്ഛാധിപതിയുടെ കീഴിൽ അതിക്രൂരമായ പീഡനങ്ങൾക്കിരയായ തടവുകാർ. അവർ പുതുവെളിച്ചത്തിലേക്ക്, ലോകത്തിൻ്റെ പുതുദിനങ്ങളിലേക്ക് കടന്നു വരുന്നു. കൊടിയ മർദ്ദനമുറകളും പട്ടിണിയും തന്നെയാണ് ജയിലുകളിൽ തടവുകാർ അനുഭവിച്ചത്. മർദ്ദനങ്ങൾക്കൊടുവിൽ ജയിലറയ്ക്കുള്ളിൽ കൊല്ലപ്പെടുന്നവരെ അവർ കൂട്ടത്തോടെ സംസ്കരിച്ചു. തടവുകാരെ മോചിപ്പിക്കുന്നതിന് വിമതരെ സഹായിക്കാൻ ജയിലിൻ്റെ ലേഔട്ടിനെ കുറിച്ച് പരിചയമുള്ള ഗൈഡുകളുടെ സഹായം തേടിയിട്ടുണ്ട് എന്ന് സ്പെഷ്യലൈസ്ഡ് എമർജൻസി ടീമുകൾ പറയുന്നു. നിരവധി പേർ ഇപ്പോഴും ശ്വാസം മുട്ടി മരിക്കാൻ സാധ്യതയുണ്ട്.
വായു സഞ്ചാരമില്ലാത്ത സെല്ലുകളിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് തടവുകാരെ എങ്ങനെ മോചിപ്പിക്കുമെന്നറിയാതെ കുഴയുകയാണ് വിമതസേന. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി അലപ്പോ, ഹോപ്സ്, ഹമ, ദമാസ്കസ് തുടങ്ങിയ നഗരങ്ങളിലെ തടവുകാരെ കലാപകാരികൾ മോചിപ്പിച്ചിരുന്നു. മതിലുകൾ തകർത്തുകൊണ്ട് ജയിലറയ്ക്കുള്ളിൽ കഴിയുന്ന തടവുകാരെ വിമതസേന മോചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സെറ്റ്നിയിൽ വിമോചകർ എത്തിയപ്പോൾ അന്തേവാസികൾ അനുഭവിച്ച ഭീകരത, അത് മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്നത്. തടവുകാരായ സ്ത്രീകൾ ജയിലിനുള്ളിൽ കഴിയുമ്പോൾ അവർക്ക് ജനിച്ച കുട്ടികൾ, പുരുഷന്മാർ അവരുടെ സെല്ലിൻ്റെ വാതിലുകളുടെ പൂട്ട് തകർത്ത് പുറത്തേക്കിറങ്ങിയപ്പോൾ അവരുടെ മുഖത്തെ പ്രസാദം. വിമതസേന അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ബാഷർ അസദ് വീണു, എന്തിനാണ് ഭയക്കുന്നത്? ഭൂഗർഭാറകളിൽ കഴിയുന്ന തടവുകാരെ CCTV മോണിറ്ററിലൂടെ ഇപ്പോൾ ബന്ധുക്കൾ നോക്കാൻ ശ്രമിക്കുന്നു. വിമതർ സെല്ലിന്റെ വാതിൽ പൂട്ട് പൊളിക്കാൻ വന്നപ്പോൾ ചില അന്തേവാസികൾ ഭയന്നു വിറച്ചു. ജയിലിന് പുറത്ത് കാത്തുനിൽക്കുന്ന ബസ്സുകളിൽ കയറ്റി അവരെ വീടുകളിലേക്ക് അയച്ചു. ജനങ്ങളെ കൂട്ടക്കശാപ്പ് നടത്തിയ അസദിനെ വിചാരണയ്ക്ക് വിധേയമാക്കണം എന്ന് അമേരിക്ക ആവശ്യപ്പെട്ട് കഴിഞ്ഞു. വിമതസേനയുടെ തലവൻ അൽ ജൊലാനിയും പറയുന്നത് അതുതന്നെ. ഇത്തരം ക്രൂരതകൾ കാട്ടിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഭീകര സംഘടന എന്ന ലേബലുണ്ടെങ്കിലും വിമതസേനയുമായുള്ള ചർച്ചകൾക്ക് പലതും തടസ്സമാകില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി. നിലവിൽ ഹയാത്ത് തഹ്രീർ അൽ ഷാമുമായി സജീവ ചർച്ചകൾ തങ്ങൾ നടത്തുന്നില്ല. 12 വർഷം മുൻപ് സിറിയയിൽ വെച്ച് കാണാതായ US മാധ്യമപ്രവർത്തകർ ഓസ്റ്റിൻ ടൈസിനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ തങ്ങൾ ആരംഭിച്ചുവെന്ന് US പറയുന്നു. ഇതിനായി പ്രത്യേക ദൂതനെ സിറിയയിലേക്ക് അയച്ചു. ടൈസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അമേരിക്ക കരുതുന്നു. സിറിയയിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ വിമതസേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. വിമതസേന HTSന്റെ കമാൻഡർ അബു മുഹമ്മദ് അൽ ജലാനി നിലവിൽ പ്രധാനമന്ത്രി മുഹമ്മദ് ജലാലിയുമായും വൈസ് പ്രസിഡന്റ് ഫൈസൽ മെഗ്ദാദുമായും ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തി. വടക്കു പടിഞ്ഞാറൻ സിറിയയുടെയും ഇദ്ലിബിന്റെയും ചില ഭാഗങ്ങൾ ഭരിച്ചിരുന്ന സാൽവേഷൻ സർക്കാരിന്റെ അധിപൻ മുഹമ്മദ് അൽ ബഷീർ ഇടക്കാല സർക്കാരിന്റെ തലവനാകും എന്ന് സൂചനകൾ പുറത്തുവരുന്നു. ദിവസങ്ങളെടുത്ത് അധികാര കൈമാറ്റം പൂർണ്ണമായി സാധ്യമാകൂ എന്ന് HTS വ്യക്തമാക്കുന്നു. 13 വർഷം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധം വെറും 12 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചതിന്റെ അമ്പരപ്പിലാണ് ലോക നേതാക്കൾ. സിറിയയിലെ കുപ്രസിദ്ധമായ സെയ്ദ്നായ ജയിലുകളിലെ അതിക്രൂരമായ പീഡനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലോകത്തിന്റെ മുഖ്യ സംസാര വിഷയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.